നമസ്കാരം. ഒരു 10ാം ക്ലാസ്സുകാരനായ ഒരു കോടീശ്വരൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നീറ്റ് പരീക്ഷയൊക്കെ നാട്ടിൽ നടന്ന സമയത്ത് അതുമായി റിലേറ്റഡായിട്ടുള്ള ചില ന്യൂസ് ചാനലിനകത്തൊക്കെ പറഞ്ഞു ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, പ്രത്യേകിച്ച് പേരൻസിനോടും കുട്ടികളോടും പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ ജീവിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു നീറ്റ് പരീക്ഷ കൊണ്ടല്ല. അയാൾക്ക് ജീവിതം സക്സസ്ഫുൾ ആയോ ഇല്ലയോ തീരുമാനിക്കുന്നത് ആ ഒരു പരീക്ഷയല്ല. ശരിയാണ്, നമുക്ക് മെഡിസിനൊക്കെ ഉള്ള എൻട്രി ആണ് നീറ്റ് പരീക്ഷ. പല ആൾക്കാർക്കും വളരെ ആഗ്രഹമാണ് ഒരു MBBSയിലേക്ക് പോകാനും അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് എത്തിപ്പെടാനൊക്കെ ഉള്ളൊരു ആഗ്രഹം പല കുട്ടികൾക്കും ഉണ്ട്, വളരെ അഗാധമായിട്ടുണ്ട്. അത് ചിലപ്പം ഒരു പ്രാവശ്യം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല, ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണമെന്നില്ല, ചിലപ്പം ഇത് എത്ര അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ സപ്പോസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങളുടെ ജീവിതം നശിച്ചു പോയി, അല്ല നിങ്ങളുടെ ജീവിതം വേസ്റ്റായി പോയെന്ന് കരുതി കുഞ്ഞുങ്ങൾ ആത്മഹത്യനകത്ത് കാര്യങ്ങളൊന്നുമില്ല. കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും ഒരു ബാങ്കിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മാനേജറെ എനിക്ക് പേഴ്സണലി അറിയാം. അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം എന്നെ അവിടെ വന്ന ഒരു വ്യക്തിയെപ്പറ്റി സംസാരിച്ചു. കാരണം ആ മനുഷ്യനോട് വന്നപ്പം ആ ബാങ്കിലുള്ള എല്ലാ ആൾക്കാരും വളരെ കാര്യമായി ആ മനുഷ്യനോട് സംസാരിക്കുകയും വളരെ റെസ്പെക്റ്റായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ ആ മാനോട് ചോദിച്ചു ഇത് ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ബ്രാഞ്ചിലെ ഏറ്റവും കൂടുതൽ പൈസ നിക്ഷേപിച്ചിരിക്കുന്ന വ്യക്തി അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നോക്കുമ്പോൾ ഒന്നുകിൽ അയാൾ വലിയൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ വളരെ വലിയൊരു ഉയർന്ന പോസ്റ്റിലിരിക്കുന്നൊരു മനുഷ്യനോ അല്ല വളരെ പഠിത്തമുള്ള ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന മനുഷ്യനാണെന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മാനേജറുടെ ഈ റെസ്പെക്റ്റ് അയാളോടുള്ള കാണുമ്പോൾ നമുക്ക് ചിന്തിക്കാം. പക്ഷേങ്കിൽ ആ മനുഷ്യൻ്റെ, അതായത് ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ സംസാര രീതിയും അല്ല അയാളുടെ ആ സൗമ്യമായ ഇടപെടലൊക്കെ കാണുമ്പോൾ ഒരിക്കൽ പോലും ഇയാൾ ഈ പറഞ്ഞ രണ്ട് കാറ്റഗറിപ്പെട്ട ആളാണ് ചിന്തിക്കുന്നത്. ഇത്രയും കാശുള്ള ഒരാളുടെ ഒരു അഹങ്കാരമോ ഒന്നും തന്നെയില്ല, വളരെ ഭവ്യമായിട്ടാണ് ഈ മനുഷ്യൻ മറ്റെല്ലാ ആൾക്കാരോടും തിരിച്ച് സംസാരിക്കുന്നത്. സാറേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഈ മനുഷ്യനെ പറ്റി കൂടുതൽ ചോദിച്ചപ്പം ഇയാൾ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് സംശയമുണ്ട്, എങ്ങനെ ഒരു 10ാം ക്ലാസ് മാത്രം പാസ്സായൊരു വ്യക്തി ഇത്രയും കാശുണ്ടാക്കാൻ പറ്റും? അദ്ദേഹം എന്ത് ജോലിയായിരിക്കും ചെയ്യുന്നത്? അപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങളെപ്പറ്റി ഒരു ട്രേഡിനെ തന്നെ പറ്റി എനിക്കറിയാൻ സാധിച്ചത്. നമ്മൾക്ക് കൊമേഴ്ഷ്യൽ ഡൈവിംഗ് എന്ന് പറഞ്ഞ സംഭവം പലപ്പോഴും എല്ലാ ആൾക്കാർക്കൊന്നും അറിയണമെന്നില്ല. അതായത് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്ത് പോകുന്ന ആൾക്കാരെ പറ്റിയാണ് ആ ഒരു കോഴ്സാണ് നമ്മൾ കേൾക്കുന്നത്. പറഞ്ഞാൽ ചിലപ്പോൾ ഈ സ്കൂബ ഡൈവിങ്ങും അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് ഈ എന്താ പറയുക കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ കാണിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാരാണെന്ന് ചിന്തിക്കുക. അങ്ങനെയല്ല, അതൊരു വശം. പക്ഷേ അതിനപ്പുറത്തായിട്ട് വേറെ ഒരു പോർഷനുണ്ട്. അതായത് ഇതൊക്കെ ഈ കടലിൻ്റെ അടിത്തട്ടിൽ ഈ ഓയിൽ സെക്ടർ അല്ലെ മറ്റ് ഈ ഫൈബർ കേബിളുകൾ മറ്റു കാര്യങ്ങൾ ഈ കപ്പലിൻ്റെ അടിഭാഗത്തെ മറ്റ് ജോലികൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഈ കടലിൻ്റെ അടിത്തട്ടിൽ പോയി ജോലി ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അവർക്കൊന്നും വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ആവശ്യമില്ല. അതവർക്ക് മെയിനായിട്ട് നീന്തൽ അറിയണം. ജസ്റ്റ് 10 മാർക്ക് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു എക്സ്ട്രാ 1-2 ചെറിയ കോഴ്സുകൾ, ഈ കോഴ്സുമായിട്ട് റിലേറ്റഡായിട്ടുള്ള ചെറിയ കോഴ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലി ലഭിക്കും. അവരുടെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് അവർ ഏറ്റെടുത്ത് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കയ്യിലേക്ക് ലക്ഷങ്ങളാണ് വരുന്നത്, ചിലപ്പോൾ കോടികൾ വരെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ന് ലോകത്തിൽ ഇത്തരം ജോലികൾ ചെയ്യാൻ ആൾക്കാർ വളരെ കുറവാണ്. കാരണം ഇതിനെപ്പറ്റി എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യക്കകത്ത് തന്നെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പലപ്പോഴും ഇവരുടെ ഒരു ഷെഡ്യൂൾഡ് ചെയ്ത് വെച്ചേക്കാണ് ഇവരുടെ അവൈലബിലിറ്റി. കാരണം നമ്മൾക്ക് നേരത്തെ പ്രീ ബുക്കിംഗ് ആണ്. ഇത് കഴിഞ്ഞ് ഉടനെ അടുത്ത പോർട്ടിലേക്ക് പോവുക, അവിടെ അത് കഴിഞ്ഞ് അടുത്ത പോർട്ടിലേക്ക് പോവുക. അപ്പോൾ ഈ ഓരോ പോർഷനും കഴിയുമ്പോൾ ഇവർക്ക് ലക്ഷങ്ങളാണ് കൈ കിട്ടുന്നത്. കാരണം അതുപോലെ റിസ്ക് ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. ഈ കടലിൻ്റെ അടിത്തട്ടിൽ പോകണം, പല രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാം, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റും. എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള എത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാരും വിചാരിച്ചാൽ 10 വർഷം കൊണ്ട് വിചാരിച്ചാൽ നേടാത്ത ചില കാര്യങ്ങൾ ഇവർ ചിലപ്പോൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ചിലപ്പോൾ നേടിയെടുക്കാൻ പറ്റും. സാമ്പത്തികമായിട്ട് ഞാൻ പറയാം, എല്ലാ ജോലിക്കും അതിൻ്റെതായ ചില മാന്യതകളുണ്ട്. അല്ലാതെ ഒരു ട്രേഡ് കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഈ ആത്മഹത്യ ചെയ്യുന്ന കുഞ്ഞുങ്ങളോടെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുക്കാൻ പറ്റണം. പക്ഷേങ്കിൽ അത് കിട്ടിയില്ല എന്ന് കരുതി ജീവിതം നശിച്ചു പോയെന്ന് ചിന്തിക്കരുത്. വേറെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പക്ഷേ ഈ സ്കൂബ ഡൈവിങ്ങിനെ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡൈവിങ്ങിനെ പറ്റിയൊന്നും വ്യക്തമായിട്ട് ആൾക്കാർക്ക് അറിയത്തില്ല. നീന്തൽ എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഞാൻ പെട്ടെന്ന് അവനെപ്പറ്റി ആലോചിച്ചു. ഞാനിപ്പോൾ അവൻ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. പണ്ട് ഭയങ്കര കുത്തൊഴുക്കുള്ള വെള്ളത്തിനകത്ത് നമ്മളൊരു കോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോയിൻ പോയി പുള്ളി മുങ്ങിപ്പോയി എടുത്തുകൊണ്ട് വരുമായിരുന്നു. അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിരുന്നു. വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളൊരു പയ്യനാണ്. പക്ഷെ ഞാൻ പെട്ടെന്ന് ഈ ഒരു കോഴ്സിനെ പറ്റി കേട്ടപ്പോൾ അവനെപ്പറ്റി അവന് എവിടെയാണെന്ന് സത്യം എനിക്ക് പറയത്തില്ല. പഴയൊരു സുഹൃത്തായിരുന്നു. അവരൊക്കെ ഈ കോഴ്സിന് പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ
അവിടെ ഒരു 10 തലമുറ തന്നെ രക്ഷപ്പെടുന്ന പോലെ സമ്പാദിക്കാൻ പറ്റും. ആൾക്കാരൊന്ന് ഷോർട്ടേജാണ് ഇങ്ങനത്തെ ജോലികൾ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഒരുപാട് നല്ല നല്ല കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ ജീവിതം സെറ്റിലാക്കാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. ആഗ്രഹമാണ്, ഇല്ലെന്ന് പറയുന്നില്ല, ആഗ്രഹമാണ്. എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പൈലറ്റ് ആക്കുക എന്നുള്ളത്. ഇന്ന് ഞാനൊരു എയർഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു വിമാനം പോകുമ്പം ഒരു 10 സെക്കൻഡ് എവിടെയോ എനിക്കൊരു വിഷമം ഉണ്ടാകാറുണ്ട്. എന്ന് കരുതി എൻ്റെ ജീവിതം നശിച്ചെന്ന് കരുതി ഞാൻ ആത്മഹത്യ ചെയ്യാനോ അല്ല പോയിട്ടുണ്ട് എന്താ ഗുണം? ഈ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പോകണം. അവർക്കുണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്, ഇല്ലെന്നല്ല പറഞ്ഞ്. പക്ഷേ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ജീവിതം അവസാനിച്ചൊന്നും ചിന്തിക്കരുത്. താങ്ക് യു.